ബാനറോ പേരോ കൊടിയൊന്നും പാടില്ല. അതങ്ങനെ കൊടി കെട്ടേണ്ട സ്ഥലമല്ല സർക്കാർ ആശുപത്രി. ആശുപത്രിക്കുള്ളിൽ കൊടി പിടിച്ച് മുദ്രാവാക്യം മുഴക്കിയ ആരോഗ്യമന്ത്രിക്ക് സ്വീകരണം. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഇന്നലെയാണ് കെ മുരളീധരന് സ്വീകരണം നൽകിയത്. ആശുപത്രികളിൽ കൊടി പിടിച്ചുള്ള രാഷ്ട്രീയ പ്രചരണം പാടില്ല എന്ന സ്വന്തം താക്കീത് നിലനിൽക്കെയാണ് ആരോഗ്യമന്ത്രി തന്നെ സ്വീകരണം ഏറ്റുവാങ്ങിയത്. ഹോസ്പിറ്റലിന്റെ അകത്തുള്ള അധികാരം മന്ത്രിക്ക്, ഡിവൈഎഫ്ഐക്കല്ല. പുറത്ത് ചെയ്തോട്ടെ, അകത്ത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഒരു കാരണവശാലും ഹോസ്പിറ്റൽ വളപ്പിൽ ആരും കയറാൻ സമ്മതിക്കില്ല, ഒരു പാർട്ടീനെ. അവിടെ രാഷ്ട്രീയ പ്രവർത്തനം അതിന്റെ അകത്ത് വേണ്ട, പുറത്തുനിന്ന് എന്ത് വേണമെങ്കിലും. ഒരു വാക്ക് രണ്ട് പ്രവൃത്തി എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിയത്. അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ, അവിടുത്തെ അടിസ്ഥാന സൗകര്യത്തിലെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം എത്തിയത്. ജില്ലയിലെ മറ്റ് താലൂക്ക് ആശുപത്രികൾ അദ്ദേഹം സന്ദർശിച്ചു. അതിന്റെ ഭാഗമായിട്ട് എത്തിയപ്പോഴാണ് NGO അസോസിയേഷൻ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് അഭിവാദ്യം മുഴക്കി മന്ത്രിയെ സ്വീകരിച്ചത്. മന്ത്രിയെ സ്വീകരിച്ച ശേഷം അവർ ഷാള് അണിയിച്ചാണ് മന്ത്രിയെ മുന്നോട്ട് കൊണ്ടുപോയത്. ആ സമയത്തൊക്കെ തന്നെ മുദ്രാവാക്യം മുഴക്കുന്നത്, പൊടി പിടിച്ചുള്ള ഈ പ്രതികരണങ്ങളെ ഒന്നും തന്നെ ആരോഗ്യമന്ത്രി വിലക്കിയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ ദിവസം വലിയ വിവാദമായ ഒരു സംഭവമുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തുന്ന പൊതിച്ചോറ് വിതരണത്തിന്റെ പേരിൽ വലിയ രീതിയിൽ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അതിൽ മന്ത്രി കൊടി പിടിച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനം ആശുപത്രികൾ അനുവദിക്കരുത് എന്നുള്ള കാര്യത്തിലേക്കാണ് അന്ന് മന്ത്രിയുടെ പ്രസ്താവന പോയത്. എന്നാൽ ആ പ്രസ്താവനയുടെ ചൂടാറുന്നതിന് തൊട്ട് മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം NGO അസോസിയേഷൻ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. വേണമെങ്കിൽ മന്ത്രിക്ക് ആ നീക്കം തടയാമായത്, ഇത്തരത്തിലുള്ള പ്രവൃത്തി ശരിയല്ല എന്ന് മന്ത്രിക്ക് പറയാമായിരുന്നു. പക്ഷേ മന്ത്രി ആ സ്വീകരണം ഏറ്റുവാങ്ങുകയും അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്.